BJP സർക്കാർ വന്നതുകൊണ്ട് ഇന്ത്യയിൽ എന്തെങ്കിലും കുതിച്ചുചാട്ടം ഉണ്ടായി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ലോകത്ത് സാമ്പത്തികത്തിൽ മൂന്നാം ശക്തി നാലാം ശക്തി എന്നൊക്കെ പറയുമ്പോഴും ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ, പട്ടിണിയുടെ കാര്യത്തിൽ, പോഷകാഹാരക്കുറവിൻ്റെ കാര്യത്തിൽ എന്താ പറയുക, കാളവണ്ടിക്ക് യമഹ എഞ്ചിൻ വെച്ച പോലെയാണ് നമ്മുടെ രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. സാമ്പത്തികമായി നമ്മൾ എങ്ങനെ വളർന്നാലും ഈ സ്ട്രക്ചർ തകർന്നാൽ നാളെ ജനാധിപത്യം അപകടത്തിലാവുകയും ഇന്ത്യ സ്വതന്ത്രമായിട്ട് 78 വർഷങ്ങൾ പിന്നിടുന്ന സ്വാതന്ത്ര്യ ദിനമാണ് നമുക്ക് വരുന്നത്. വേണമെങ്കിൽ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനം എന്ന് വേണമെങ്കിൽ പറയാം അർത്ഥത്തിൽ. ഈ സ്വാതന്ത്ര്യ ദിനത്തിന് മറ്റെല്ലാ സ്വാതന്ത്ര്യ ദിനത്തിനും പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം 200 വർഷം വിദേശികളുമായി സമരം ചെയ്ത്, യുദ്ധം ചെയ്ത്, അത് സായുധമായും നിരായുധമായും അഹിംസാത്മകമായും ഒക്കെ പോരാടിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും സമ്പന്നരും വിദ്യാസമ്പന്നരുമായ ആളുകൾ മുതൽ ആദിവാസികൾ വരെ ആ പോരാട്ടത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രാദേശിക രാജാക്കന്മാർ, രാജ്ഞിമാരടക്കം സാധാരണ ജനങ്ങൾ വരെ. നമുക്കറിയാം, ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും നിസ്സഹകരണ സമരവും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും ഭഗത് സിംഗിനെ പോലെയുള്ള ധീരമായ പോരാട്ടവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ആ പോരാട്ടത്തിൻ്റെ ഫലമായി സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ഒന്നാമത്തെ കാര്യം, ഇന്ത്യക്കാർക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന ബ്രിട്ടനിലെ വളരെ പ്രസിദ്ധനായ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യക്കാരെ കൊണ്ടൊന്നും ഇന്ത്യ ഭരിക്കാൻ പറ്റില്ല, അവർക്ക് സംസ്കാരമില്ല, അവർക്ക് ജനാധിപത്യമില്ല, അതൊന്നും അവർക്ക് മനസ്സിലാവില്ല എന്നാണ് പറഞ്ഞത്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിൽ ഒന്ന് എന്ന് പേര് കേട്ട ഇനി, കാരണം ഇന്ത്യയിലെ വിഭവങ്ങൾ മുഴുവൻ വലിയ തോതിൽ ഇവിടുന്ന് കൊള്ളയടിക്കപ്പെട്ടിരുന്നു, പല തോതിലുള്ള വിഭവങ്ങൾ. ഇപ്പോൾ പല പഠനങ്ങളുണ്ട്. അമിയകുമാർ ബാഗ്ചി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ലോകപ്രസിദ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു പഠനം പറയുന്നത് അമേരിക്ക എന്ന രാജ്യമുണ്ടായത് ഇന്ത്യയുടെ സമ്പത്ത് കൊണ്ടാണ് എന്നാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനി രാജ്ഞിയൊക്കെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ നിന്നുള്ള മൂലധനം പോയത് ബ്രിട്ടനിലേക്കല്ല, അമേരിക്കയിലേക്കാണ്. അതിന് അദ്ദേഹം പറയുന്നുണ്ട്, 1914 വരെയുള്ള കാലത്ത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒഴുകിയ സമ്പത്തിൻ്റെ കണക്ക് അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറയാവുന്ന അമേരിക്ക വളർന്നത് ഇന്ത്യ എന്ന കോളനി ഉപയോഗിച്ചിട്ടാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. മറ്റു പല രാജ്യങ്ങളും ഉണ്ടാവും, പക്ഷേ ഇന്ത്യ അതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കൃഷി, വ്യവസായം എല്ലാം തന്നെ വലിയ തോതിൽ തകർന്നു കിടക്കുകയാണ്. വളരെ ദരിദ്രരായൊരു ജനതയാണ്, നിരക്ഷരരായ ജനതയാണ്. മാത്രമല്ല വ്യത്യസ്തമായ, അതും 512 നാട്ടുരാജ്യങ്ങൾ എന്നൊക്കെ നമ്മൾ പൊത്തത്തിൽ പറയും. അത്രയധികം നാട്ടുരാജ്യങ്ങൾ, നാടുവാഴികൾ, വലിയ രാജാക്കന്മാർ, ചെറിയ രാജാക്കന്മാർ, വ്യത്യസ്ത സംസ്കാരമുള്ളവർ, വ്യത്യസ്ത ഭക്ഷണമുള്ളവർ. നമ്മൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, അല്ലെങ്കിൽ കൽക്കത്ത മുതൽ ഗുജറാത്ത് വരെ സഞ്ചരിച്ചാൽ ഇന്ത്യയുടെ വൈവിധ്യം മനസ്സിലാക്കാൻ കഴിയും. അത്രയ്ക്കും വൈവിധ്യമുള്ളൊരു ജനത. അതിൽ തന്നെ വിദ്യാഭ്യാസം വളരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് അധികവും. കേരളം പോലെയുള്ള സ്ഥലങ്ങളാണ് അല്പമെങ്കിലും മെച്ചപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ പിന്നിലാണ്. അതിൽ തന്നെ ഫ്രഞ്ച് കോളനി ഉണ്ടായിരുന്നു. നമുക്കറിയാം, പോണ്ടിച്ചേരി, മാഹിയൊക്കെ ഫ്രഞ്ച് കോളനിയായിരുന്നു. ഗോവ എന്ന് പറയുന്ന പോർച്ചുഗീസ് കോളനി 1961 യുദ്ധത്തിലൂടെയാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. എന്ന് പറഞ്ഞാൽ അതുവരെ അത് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സങ്കീർണം. പിന്നെ നാട്ടുരാജാക്കന്മാർ പലരും വളരെ ശക്തരാണ്. അപ്പോൾ തിരുവിതാംകൂർ രാജാവ് ഒരു ഘട്ടത്തിൽ ഇന്ത്യയിൽ ചേരാൻ തയ്യാറായിരുന്നില്ല. സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന വാദം ഉന്നയിച്ചു. അവിടുത്തെ ജനങ്ങളാണ് അതിനെ എതിർത്തത്. കാശ്മീരിലെ രാജാവ് ഒരു പരിധിവരെ ഇന്ത്യയോട് യോജിക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ അവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യയുമായി യോജിക്കുന്നതിനെതിരായിരുന്നു. ഹൈദരാബാദിലെ നൈസാമിനെ യുദ്ധം ചെയ്തിട്ടാണ്, കീഴടക്കിയിട്ടാണ് ഇന്ത്യയുടെ ഭാഗമാക്കിയത്. എന്ന് പറഞ്ഞാൽ അതിസങ്കീർണമായ ഒരു രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക കാലാവസ്ഥയിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത്. ഇവിടെ ഒരു ഭരണഘടന ഉണ്ടാവുമോ? ഇവിടെ ഒരു പാർലമെൻറ്റ് ഉണ്ടാവുമോ? ഇവിടുത്തെ ജനങ്ങൾ നിയമം അനുസരിക്കുമോ? ഇതൊന്നും ഇന്ത്യക്കാരൊക്കെ കൊള്ളരുതാത്തവരും കള്ളന്മാരും ആണെന്നുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ സംഗതി. പക്ഷെ അവിടെ നിന്നാണ് ഇന്ത്യ അതിൻ്റെ ആദ്യത്തെ പടി വയ്ക്കുന്നത്. അതിൽ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഉറപ്പായതോടുകൂടി തന്നെ ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്ന് തീരുമാനിക്കും. അതൊരു ചെറിയ കാര്യമല്ല. കാരണം
വ്യത്യസ്ത ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, നിയമങ്ങൾ, ബന്ധങ്ങൾ, ഭൂമി ബന്ധങ്ങൾ, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളൊക്കെ ഉള്ളൊരു രാജ്യം ഇന്ത്യ. ഇന്ത്യക്ക് ഒരു നിയമം ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ IPC നമുക്കുണ്ട്. IPC ബ്രിട്ടീഷുകാരുടെ IPC വലിയ വ്യത്യാസമില്ലാതെ ഇന്ത്യ എടുത്തിട്ടുണ്ട്. IPC പോരല്ലോ, ഒരു രാജ്യത്തിൻ്റെ ഒരു ഭരണ സംവിധാനം വേണ്ടേ. അങ്ങനെയാണ് ഡോക്ടർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയും അതുപോലെയുള്ള ഒരു വലിയ സംവിധാനം ഉണ്ടാവും. ആ അസംബ്ലിയുടെ ഘടന തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. അവിടെ നിന്നാണ് ഇന്ത്യയുടെ ഇന്നത്തെ വളർച്ചയുടെ മുഴുവൻ അടിസ്ഥാനം ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണെന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ദാക്ഷായണി വേലായുധനെ പോലെയുള്ള ആളുകൾ വരെ ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുണ്ട്. അത്യധികം ലോകത്തെ ഏത് നിയമത്തെക്കുറിച്ചും വിവരമുള്ള ആളുകൾ അതിലുണ്ട്. ലോകത്തെ എല്ലാ നിയമങ്ങളുടെയും പണ്ഡിതൻ എന്ന് പറയാവുന്ന ഡോക്ടർ അംബേദ്കറാണ് അത് ഡ്രാഫ്റ്റ് ചെയ്തത്. ജവഹർലാൽ നെഹ്റു ഉണ്ട്, രാജേന്ദ്ര പ്രസാദ് ഉണ്ട്, പട്ടേലുണ്ട്. ഇവരൊക്കെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തവരാണ്. അപ്പോൾ അംബേദ്കറെ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാക്കണമെന്ന് ഗാന്ധിജിയാണ് നിർദ്ദേശിക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഗാന്ധിജി അംബേദ്കറും തമ്മിൽ വലിയ വൈരുദ്ധ്യം സ്വാതന്ത്ര്യ സമരകാലത്തുണ്ടായിരുന്നു. ഗാന്ധിജിയും നെഹ്റുവും തമ്മിലുണ്ടായിരുന്നു. നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവണമെന്നും അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാവണമെന്നും ഗാന്ധി പറയുമ്പോൾ ഗാന്ധിയെ നമ്മൾ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം താനുമായി നേരിട്ട് സംഘർഷത്തിൽ, ഇപ്പോൾ വികസനം സംബന്ധിച്ച് ഗാന്ധിയുടെ സങ്കല്പങ്ങളും നെഹ്റുവിൻ്റെ സങ്കല്പങ്ങളും രണ്ടായിരുന്നു. നെഹ്റു കുറെ കൂടി ഒരു ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങളുടെ ആളാണ്. ഗാന്ധി ഗ്രാമസ്വരാജിൻ്റെ ആളാണ്. വൻകിട വ്യവസായങ്ങളോട് ഗാന്ധിക്ക് അത്ര വലിയ യോജിപ്പുണ്ടായിരുന്നില്ല. അംബേദ്കർ ആണെങ്കിൽ അംബേദ്കർക്കറിയാം, അംബേദ്കറാണ് ഒരുപക്ഷെ എന്നല്ല ഉറപ്പായിട്ടും ഇന്ത്യയിൽ ജാതി എന്ന് പറയുന്ന ഘടനയെ അതെങ്ങനെ സാമൂഹ്യ വിരുദ്ധവും ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ തെറ്റുമാണ് എന്ന് കണ്ടെത്തിയ ആളാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സാമൂഹ്യ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അംബേദ്കർ വേണമെന്ന് പറഞ്ഞത്. ഏറ്റവും അടിച്ചമർത്തപ്പെട്ട, ചരിത്രപരമായി അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് അവരുടെ ആൾ ഈ ഭരണഘടന ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പോരാടി ജീവിച്ച ആളാണ് അംബേദ്കർ. അപ്പം അംബേദ്കറും നെഹ്റുവും രണ്ട് രീതിയിൽ ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിൽ അടിസ്ഥാനപരമായി പങ്കുവഹിച്ചിട്ടുണ്ട്. ഭരണഘടനയിലെ അംബേദ്കർ തന്നെ പറയുന്നത് അൺടച്ചബിലിറ്റി ഇല്ലാതാക്കുക, അബോളിഷ് ചെയ്യും എന്ന് എഴുതിയപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭരണഘടന മുഴുവനുള്ളതിനേക്കാൾ മൗലികാവകാശങ്ങളിൽ അത് പെടുത്തുകയാണ്. തൊട്ടുകൂടായ്മ എന്നത് കുറ്റമാണ് എന്നാണ്. അതടക്കം നിരവധി കാര്യങ്ങൾ, സംവരണം അടക്കമുള്ള കാര്യങ്ങൾ സാമൂഹ്യമായി അതിൻ്റെ, ഞാൻ ഭരണഘടനയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അതിൽ ഇന്ത്യൻ ഭരണ സംവിധാനം എങ്ങനെയായിരിക്കണം, ബ്രിട്ടീഷ് മോഡൽ പാർലമെൻറ്റ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കും, ക്യാബിനറ്റ് ഭരണ സമ്പ്രദായം ഉണ്ടായിരിക്കും, സംസ്ഥാനങ്ങൾക്ക് നിയമസഭയുണ്ടായിരിക്കും, ഈ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് ഇന്ത്യ ഒരു ഫെഡറലാണ് ഒരു ഘട്ടത്തിൽ, മറ്റൊരു കാലത്ത് യൂണിറ്ററിയുമാണ്. ചില കാര്യങ്ങളിൽ 100% കേന്ദ്രത്തിന് അധികാരം, ചില കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് അധികാരം, ചില കാര്യങ്ങളിൽ രണ്ടുപേർക്കും ഉള്ള അധികാരം. ഇങ്ങനെയൊക്കെയുള്ള പട്ടികകൾ ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഷെഡ്യൂളുകളൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ഭരണഘടനയുണ്ടായി, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ വളരെ ഗംഭീരമായ എഴുത്തുകളുണ്ട്. ഞാൻ അതൊന്നും പോകുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് എങ്ങനെ നടത്തും എന്നൊരു ചോദ്യമുണ്ടായി. എഴുത്തും വായന അറിയാത്തവരാണ് മഹാഭൂരിപക്ഷവും. എങ്ങനെയാണ് അവരോട് പറയുക ആരാ സ്ഥാനാർത്ഥി, എന്താ സ്ഥാനാർത്ഥി എന്ന് പറയുക എങ്ങനെയാണ്? ഈ ലോക ചരിത്രത്തെക്കുറിച്ച് അവർക്ക് എന്തറിയാം? ജനാധിപത്യത്തിൽ വോട്ട് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളാണ്. ആ ആളുകളെ വോട്ട് ചെയ്യിച്ച് അവർക്ക് ഒരു നിയമസഭയും പാർലമെൻറ്റും ഉണ്ടാക്കി. അതിനുശേഷം വന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംസ്ഥാന വിഭജനമാണ്. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനം വിഭജിക്കണം എന്ന് വന്ന ആവശ്യം അത് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. പൊട്ടി ശ്രീരാമലുവിനെ പോലെയുള്ള ആളുകളുടെ ജീവൻ വരെ അതിന് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം, സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയത്തിൽ നിന്ന് ഐക്യ കേരളത്തിലേക്ക് കേരളം വന്നതിന് മുന്നിൽ തന്നെ ഒരുപാട് സമരചരിത്രങ്ങളുണ്ട്. KCS മണി, സർ CP രാമസ്വാമിയരുടെ മൂക്ക് വെട്ടുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഓരോരോ സംസ്ഥാനത്തിൽ, ഇപ്പോൾ കാശ്മീരിൻ്റെ കാര്യത്തിൽ വേറെയാണ് അതിൻ്റെ സംഭവം. ബംഗാൾ വിഭജിക്കപ്പെട്ടു പോയപ്പോൾ അത് വേറെയാണ്. വിഭജനം ഇന്ത്യയിൽ ഉണ്ടാക്കിയ മുറിവ് ചെറുതൊന്നും ആയിരുന്നില്ല, അത് സംശയമൊന്നുമല്ല. പഞ്ചാബിൻ്റെയും മറ്റു ഭാഗങ്ങൾ, ബംഗാളിൻ്റെയൊക്കെ ഭാഗങ്ങൾ അങ്ങോട്ട് പോവുക, വേറെ രാജ്യമാവുക, അവർ തമ്മിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാവുക, അതാണ് ഇന്ത്യയുടെ മറ്റൊരു പ്രശ്നം. വലിയ വർഗീയ കലാപത്തിന് വിത്തിട്ടുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത്.
ഇന്ത്യക്കാരെ വിഭജിച്ച് ഭരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ച വർഗീയത അവസാനം ഒരു ബോംബായി വിഭജനത്തിലിട്ടിട്ടാണ് ഇവിടുന്ന് പോയത്. എന്തൊരു അവസ്ഥയായിരിക്കും. ഗാന്ധി, നമുക്കറിയാം, ആദ്യത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ഗാന്ധിജി സ്വാതന്ത്ര്യദിനം ആചരിക്കാൻ പോയില്ല. അദ്ദേഹം നവഖലിയിലായിരുന്നു. എന്താ കാര്യം? മനുഷ്യർ കൂട്ടക്കൊല നടത്തുകയാണ് വിഭജനത്തിൻ്റെ പേരിൽ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ, സിഖുകാരും തമ്മിലൊക്കെ തന്നെ വലിയ കൊല നടക്കുകയാണ്. ആ ഭൂമിയിൽ പോയി മൗണ്ട് ബാറ്റൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ 10,000 പട്ടാളക്കാർക്ക് ചെയ്യാൻ കഴിയാത്തത് ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ചെയ്തു എന്നാണ് ഗാന്ധിയെക്കുറിച്ച് പറയുന്നത്. അത്രയും സങ്കീർണം. ഞാനിത് പറഞ്ഞത് അത്ര സങ്കീർണമായൊരവസ്ഥയിലാണ് നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത്. അദ്ദേഹം ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രസംഗമുണ്ട്. അതൊക്കെ വളരെ ദീർഘമാണ്. പക്ഷേ അതിൻ്റെ അടുത്ത ഘട്ടം വന്നത് മാസങ്ങൾക്കകം നമുക്ക് ഗാന്ധിയെ നഷ്ടപ്പെട്ടു. ഗാന്ധിയെ ഒരു വർഗീയവാദി വെടിവെച്ചു കൊന്നു. ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുമ്പോൾ ഗാന്ധി ഉണ്ട് എന്നത് ഇന്ത്യയുടെ ഒരു ധൈര്യമായി. ഗാന്ധി ഇല്ല എന്നത് ഇന്ത്യക്ക് ഒരു ദുർബലതയായി. ഏതായാലും അതിനെയും ഇന്ത്യ മറികടന്നു. സ്വാതന്ത്ര്യം നേടി, തെരഞ്ഞെടുപ്പ് നടത്തി, പാർലമെൻറ്റ് വന്നു, സ്റ്റേറ്റുകൾ വിഭജിച്ചു. പിന്നത്തെ പ്രശ്നം സാമ്പത്തികമാണ്. ഇത് രാഷ്ട്രീയമാണെങ്കിൽ സാമ്പത്തികമായി വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നമുക്ക് ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു വിഭവങ്ങളും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നെഹ്റുവിൻ്റെ സമീപനം ഒരുപക്ഷെ ഗാന്ധിയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നമുക്ക് പറയാം. നെഹ്റു കുറേ കൂടി ഒരു സോവിയറ്റ് യൂണിയൻ്റെ സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങൾ ചിലതെടുത്ത ആളാണ്. അതിലേറ്റവും പ്രധാനമാണ് ആസൂത്രണം എന്ന് പറയുന്നത്. ആസൂത്രണം എന്തിനാ ആസൂത്രണം? നമ്മുടെ വീട്ടിലെ ബജറ്റ് ചെയ്യുമ്പോൾ ആസൂത്രണമില്ലാതെ കാശ് ചിലവാക്കാൻ തുടങ്ങിയാൽ കാശ് ചിലപ്പോൾ 1-ാം തീയതി ശമ്പളം കിട്ടിയാൽ 3-ാം തീയതിക്ക് തരും. പക്ഷേ 31-ാം തീയതി വരെ എൻ്റെ കാശ് നിലനിൽക്കണം, അത് ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യത്തിന് വേണം, എന്തൊക്കെ മറ്റ് പ്രശ്നങ്ങൾ വരാം എന്ന് കണക്കാക്കുന്നതാണ് ആസൂത്രണം എന്ന് പറയുന്നത്. അത് ഇന്ത്യയുടെ വലിയൊരു ശേഷിയാണ്. ആസൂത്രണ കമ്മീഷനെ വെച്ചു. ആസൂത്രണ കമ്മീഷനും സംസ്ഥാനങ്ങളിൽ ആസൂത്രണ ബോർഡും വന്നു. അപ്പോൾ ഏത് മേഖലയ്ക്ക് നമ്മൾ ഊന്നൽ കൊടുക്കണം, ഏത് ജനവിഭാഗമാണ് ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത്, ഇതൊക്കെ ആസൂത്രണ കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് പ്ലാൻ ഉണ്ടാവും. പഞ്ചവത്സര പദ്ധതികൾ, അത് സോവിയറ്റ് രീതിയാണ്. പഞ്ചവത്സരം വേണോ 4 വത്സരം വേണോ എന്നുള്ള വേറെ കാര്യം. പഞ്ചവത്സര പദ്ധതികൾ എന്തുകൊണ്ടാണ് പഞ്ചവത്സരം വന്നതെന്ന് നെഹ്റു പറയുന്നുണ്ട്. 5 കൊല്ലം കഴിയുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ 5 കൊല്ലം, ഓരോ 5 കൊല്ലവും വരുന്ന ഭരണാധികാരികൾ ആ പഞ്ചവത്സര പദ്ധതിയുമായി മുമ്പോട്ട് പോകണം. അങ്ങനെ പഞ്ചവത്സര പദ്ധതി, 1-ാമത്തെ പഞ്ചവത്സര പദ്ധതി നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പോലെ ഇന്ത്യയുടെ അടിസ്ഥാനം കൃഷിയാണ്. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലാണ് ഇന്ത്യ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ ഗാന്ധിജിയാണ് ഇന്ത്യയുടെ നമ്മുടെ രാഷ്ട്രപിതാവ്. അപ്പോൾ ഗ്രാമങ്ങളെ രക്ഷിക്കണമെങ്കിൽ കാർഷിക മേഖല വികസിച്ചേ പറ്റൂ. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് വലിയ തോതിലുള്ള ഊന്നൽ കൊടുക്കുന്ന, അതിന് കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ അണക്കെട്ടുകൾ, ജലസേചന പദ്ധതി, വളനിർമ്മാണശാലകൾ, അങ്ങനെയുള്ള സംഗതികളാണ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിൽ വന്നത്. അതിൽ വ്യവസായത്തിന് അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ കാർഷിക മേഖലയിൽ ഒരുമാതിരി ഇൻവെസ്റ്റ്മെൻറ്റ് വരികയും, അപ്പോൾ അതിൽ തന്നെ മറ്റൊരു പ്രശ്നവുമുണ്ട്. ഇന്ത്യയുടെ ഭൂപരിഷ്കരണം എന്നൊരു വിഷയം. ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാൽ കുറേ ആളുകളുടെ കയ്യിൽ മാത്രമേ ഭൂമിയുള്ളൂ, ബഹുഭൂരിപക്ഷത്തിനും ഭൂമിയില്ല. അപ്പോൾ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതികളിലൊന്ന് അതാണ്. സ്വത്ത് അവകാശമുണ്ട് എന്ന് നമ്മൾ ഭരണഘടനയിൽ എഴുതി വെച്ചു, അത് ശരിയുമാണ്. പക്ഷേ സ്വത്തിന് പരിധിയുണ്ട്, ഭൂമിക്ക് പരിധിയുണ്ട് എന്ന് തീരുമാനിച്ച് ഭേദഗതി കൊണ്ടുവന്നപ്പോൾ സുപ്രീം കോടതി എതിർത്തു. എന്നിട്ട് ഭരണഘടനാ ഭേദഗതി തന്നെ നമ്മൾ പാസ്സാക്കിക്കൊണ്ടാണ് ഭൂപരിഷ്കരണത്തിൻ്റെ ആശയത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ കാർഷിക മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അത് എത്രത്തോളം മുമ്പോട്ട് പോയി, എവിടെയൊക്കെ പോയി എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ലക്ഷ്യം വെച്ചത് കാർഷിക വികസനം എന്ന് പറഞ്ഞാൽ ഒരു മുതലാളിത്ത കാർഷിക വ്യവസ്ഥയിലേക്ക് മാറുക, ജന്മിത്വ കാർഷിക വ്യവസ്ഥയിൽ നിന്ന് മുതലാളിത്തത്തിലേക്ക് മാറുക. അതെല്ലാ സ്ഥലത്തും ഒരുപോലെ നടന്നിട്ടില്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഘട്ടത്തിലാണ് അപ്പോഴേക്കും സ്റ്റേറ്റുകളായി നമ്മൾ ഭരണഘടനയുടെ ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ 2-ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ്റെ 2-ാം പഞ്ചവത്സര പദ്ധതി വരുമ്പോൾ അത് വളരെ വ്യാവസായികമായി അതിൽ അന്ന് തീരുമാനിച്ചത്, എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ടാറ്റ അടക്കമുള്ള ഇന്ത്യയിലെ അന്ന് വളർന്നു വരുന്ന മുതലാളിത്തം ചില നിർദ്ദേശങ്ങൾ സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിരുന്നു, നെഹ്റുവിനൊക്കെ മുമ്പിൽ. അവർ പറഞ്ഞൊരു കാര്യം, ഈ അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് ഒരു മുതലാളിത്തത്തിന് ചെയ്യാൻ കഴിയുന്നൊരവസ്ഥ അന്ന് ഇന്ത്യയിലില്ല. അതിനുവേണ്ട മൂലധനം മുടക്കാൻ ഇപ്പോൾ വലിയ റോഡുകൾ, റെയിൽവേ, വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വൈദ്യുതി ഉൽപ്പാദനം,
ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ ഇതൊന്നും ചെയ്യാനുള്ള ശേഷിയില്ല. കാരണം ഇതൊക്കെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടതും റിട്ടേൺ വളരെ പതുക്കെ വരുന്നതുമാണ്. മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ അവരുടെ കയ്യിലില്ല, അത്രയും കാത്തു വെക്കാനും പറ്റില്ല. ഇതൊക്കെ സർക്കാർ ചെയ്തു കൊടുത്താൽ സെക്കൻഡറി എന്ന് പറയുന്ന രണ്ടാം തലത്തിലുള്ള വ്യവസായങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ്. എങ്കിലും ടാറ്റ തന്നെ നമുക്കറിയാം, ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഒരു ഘട്ടത്തിൽ ടാറ്റ വളരെ മുമ്പിലായിരുന്നു. അവർ ജംഷഡ്പൂരിലെ ടാറ്റ ടിസ്കോ എന്നൊക്കെ പറയുന്ന, അപ്പോൾ അവരൊരു ഭാഗമായി ചെയ്യുന്നുണ്ടെങ്കിലും അടിസ്ഥാന വികസനത്തിൽ സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 100% വേണം എന്ന് തീരുമാനിക്കപ്പെട്ട് അങ്ങനെ വ്യവസായ മേഖലയിൽ, വൈദ്യുത മേഖലയിലൊക്കെ രണ്ടാം പഞ്ചവത്സര പദ്ധതി വരുന്നു. അങ്ങനെ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അതിങ്ങനെ നീണ്ടു പോവുകയാണ്. 1977 കോൺഗ്രസ് പരാജയപ്പെട്ട് വന്നൊരു കാലത്ത് മാത്രമാണ് റോളിംഗ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നത്. അത് വീണ്ടും പഞ്ചവത്സര പദ്ധതിയായി നമ്മൾ 1980 ശേഷം വരുന്നു. അതിൻ്റെ മറ്റ് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പിന്നെ ഇന്ത്യ നേരിട്ട പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ 62 ചൈന യുദ്ധമാണ്. ചൈനയും ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി തർക്കം. അതിർത്തി തർക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2 വർഷം മുമ്പ് ഇന്ത്യ ചീന ബായി എന്ന് പറഞ്ഞ് പഞ്ചശീല തത്വങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളാണ് നെഹ്റു. നെഹ്റുവും ചവൻലായും ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ചൈന ഇന്ത്യയായിട്ട് അതിർത്തി തർക്കമുണ്ടായതും യുദ്ധമുണ്ടായതും. ഒരുപക്ഷെ അപ്പോഴായിരിക്കും ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ വികസനം സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ ഇന്ത്യക്കുണ്ടാകും. അതുവരെ വലിയ സൈന്യമൊന്നുമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ജനങ്ങളുടെ പുരോഗതിയാണ് എന്ന് വിശ്വസിക്കുന്നിടത്ത് സൈന്യത്തിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വരുന്നത്, സൈന്യത്തെ വികസിപ്പിക്കുന്നത് അതിനുശേഷമാണ്. അത് കഴിഞ്ഞ് 65 പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ അതും ഇന്ത്യയുടെ ഒരു പുരോഗതിക്ക് തടസ്സമായ ഒരു കാര്യമാണ്. പക്ഷേ പടിപടിയായി ഇന്ത്യയുടെ നേരത്തെ പറഞ്ഞ അടിസ്ഥാന വ്യവസായങ്ങൾ, കൃഷി തുടങ്ങിയ മേഖലകളിൽ വലിയ വ്യത്യാസങ്ങൾ ഇന്ത്യയിലുണ്ടായി. നിരവധി 69 ബാങ്കുകൾ ദേശവൽക്കരിക്കുന്നത്. ബാങ്കുകൾ അന്നുവരെ സ്വകാര്യ ബാങ്കുകളായിരുന്നു. അത് ദേശവൽക്കരിച്ചതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഗ്രാമങ്ങളിലേക്ക് ബാങ്കുകൾ എത്തിയത് ദേശവൽക്കരണത്തിന് ശേഷമാണ്. സ്വകാര്യ ബാങ്കുകളൊന്നും ഗ്രാമങ്ങളിലേക്ക് പോവില്ല. നമുക്കറിയാം, ഇപ്പോൾ തന്നെയുള്ള ന്യൂ ജനറേഷൻ ബാങ്കൊന്നും ഗ്രാമങ്ങളിൽ അവർക്ക് താല്പര്യമില്ല. ചെറിയ ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് താല്പര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഇപ്പോൾ 50,000 രൂപയൊക്കെ മിനിമം ബാലൻസ് വേണമെന്ന് പറയുന്ന ബാങ്കുകളാണ് ഇപ്പോൾ വരുന്നത്. നേരെ മറിച്ച് എല്ലാ ഗ്രാമങ്ങളിലും ബാങ്കുകൾ വരുന്നു. ആ ബാങ്കുകളിൽ നിന്ന് മൂലധനം സമാഹരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ മൂലധനം ഉപയോഗിക്കുന്നത് സർക്കാർ മാത്രമല്ല. ഇപ്പോൾ LIC പോലെയുള്ള സ്ഥാപനങ്ങൾ, സ്റ്റേറ്റ് ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന അധിക മിച്ച മൂല്യം കർഷകർക്ക് വായ്പ കൊടുക്കാൻ ഒരു വശത്തും കർഷകരിൽ നിന്നും അത് ഗ്രാമത്തിൽ നിന്നുള്ള സമ്പത്ത് ശേഖരിച്ച് അത് വലിയ തോതിൽ ഇന്ത്യയുടെ വികസനത്തിനായിട്ട് ഉപയോഗിക്കുക. അതാണ് ബാങ്ക് ദേശവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1970 ബംഗ്ലാദേശ് പ്രശ്നമുണ്ടാകുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ ഒരു രാജ്യമായി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ പാകിസ്ഥാൻ്റെ നേതൃത്വം അംഗീകരിക്കാൻ ബംഗ്ലാദേശ് തയ്യാറായില്ല. ബംഗ്ലാദേശിൽ വിമോചന പോരാട്ടം തുടങ്ങി. സ്വാഭാവികമായും ഇന്ത്യക്ക് 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, പാകിസ്ഥാൻ വിഭജിക്കപ്പെടുക എന്നുള്ളത് തന്ത്രപരമായി ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഇന്നിപ്പോൾ ഇന്ത്യക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ എന്തൊക്കെ ദേശസ്നേഹത്തിൻ്റെ ആളുകൾ പറഞ്ഞാലും കിഴക്കൻ മേഖലയിൽ ഇന്ത്യക്ക് ഇന്ന് പട്ടാളം ആവശ്യമില്ല. ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ നമുക്ക് പാകിസ്ഥാൻ്റെ അതിർത്തിയിലെ പോലെ പട്ടാളം വേണ്ട. ബംഗ്ലാദേശ് നമ്മളെ ആക്രമിക്കുമെന്നൊരു ഭീതിയെ നമുക്കില്ല. എന്ന് പറഞ്ഞാൽ പകുതി വഴി, മുമ്പ് അങ്ങനെയല്ലല്ലോ, പാകിസ്ഥാനാണ് ബംഗ്ലാദേശെങ്കിൽ നമുക്ക് എപ്പോഴും ആക്രമണ ഭീഷണി നേരിടാം. അവിടെ പട്ടാളം നമുക്ക് ആവശ്യമില്ല. ഒരു സൗഹൃദ രാജ്യം എന്നുള്ള അർത്ഥത്തിലും അല്ലെങ്കിൽ ഒരു വലിയ അപകടം സാധ്യതയില്ലാത്ത രാജ്യം എന്ന അർത്ഥത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അതിന് 71 യുദ്ധം കഴിയുമ്പോൾ വേറെ തരത്തിൽ ഇന്ത്യക്ക് വേറൊരു തരത്തിലുള്ളൊരു എന്താ പറയുക ഗതി രീതികളുണ്ടാവും. പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നു. അടിയന്തരാവസ്ഥ ഇന്ത്യയിലെ ഏറ്റവും തെറ്റായ ഒരു അവസ്ഥയായിരുന്നു എന്ന് അന്നും ഇന്നും കരുതുന്ന ഒരാളാണ് ഞാൻ. ഇന്ദിരാഗാന്ധി ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് പറ്റിയൊരു അബദ്ധമാണ് അല്ലെങ്കിൽ ഒരു തെറ്റാണ് അവർ ചെയ്തത്. പ്രത്യേകിച്ചും അവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയപ്പോൾ അവർ ചെയ്തത് അതൊരു അബറേഷനായിരുന്നു. പക്ഷെ അവർ തന്നെ അത് തിരുത്താൻ തയ്യാറായി എന്നുള്ളതാണ് അവരെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ നേട്ടം. അവരത് തിരുത്തി. അവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റു. അവരത് അംഗീകരിക്കില്ല, അത് വേറെ വഴിയില്ല. പക്ഷേ 1980 ആയപ്പോഴേക്കും അവർ തിരിച്ചു വന്നു. കാരണം അധികാരമേറ്റ ജനതാ പാർട്ടി എന്ന് പറയുന്നതിൽ ഉണ്ടായ വൈരുദ്ധ്യം, ആഭ്യന്തര വൈരുദ്ധ്യം ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്. ഇപ്പം നമ്മൾ ഓർക്കുമ്പോൾ അതിൽ ഏറ്റവും രസകരമായ കാര്യം, ജനതാ പാർട്ടി പിളരുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യം RSSകാർക്ക് ജനതാ പാർട്ടിയിൽ അംഗത്വം കൊടുക്കാമോ പാടില്ലയോ എന്നുള്ളതായിരുന്നു. കൊടുക്കാമെന്ന് പറയുന്നവർ ഔദ്യോഗിക ജനതാ പാർട്ടിയാവുകയും
കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നവർ ജനതാ പാർട്ടി വിടുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വൈരുദ്ധ്യത്തിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ വിഷയം രാഷ്ട്രീയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വിടുന്നു. അതിനുശേഷം 80-കൾ വന്നപ്പോൾ ലോകം മുഴുവൻ തന്നെ പുതിയ ടെക്നോളജി സംബന്ധിച്ച ആശയങ്ങളും, അതിൽ പ്രത്യേകിച്ചും ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി അധികാരമേറ്റപ്പോൾ ടെക്നോളജിക്ക് ഒരു യൂത്ത് എന്നുള്ള നിലയ്ക്ക് അന്ന് ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയെ അദ്ദേഹം അങ്ങേയറ്റം സ്വാഗതം ചെയ്തു. വലിയ എതിർപ്പുകൾ ഇവിടെ ഉണ്ടായെങ്കിൽ പോലും കമ്പ്യൂട്ടറിനും അതുപോലെ കമ്മ്യൂണിക്കേഷനും സാം പെട്രോഡെ പോലെയുള്ള ആളുകൾ രാജീവ് ഗാന്ധിയെ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ്. വലിയ തോതിൽ ഉള്ളൊരു വികാസം ഇവിടെ ഉണ്ടായി. ആ വികാസം ഉണ്ടാകുമ്പോൾ മറ്റൊരർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിലൊരു അപജയവും സംഭവിച്ചുകൊണ്ടിരുന്നു. കാരണം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാത്ത ആളുകൾ അധികാരത്തിൻ്റെ കസേരകളിൽ വരുമ്പോൾ, ഭരണഘടനയുടെ അന്തസത്ത അംഗീകരിക്കാത്തവർ വരുമ്പോൾ, കോൺഗ്രസിനകത്ത് തന്നെ അഴിമതിയുടെയും മറ്റു കാര്യങ്ങളും വരികയും അങ്ങനെ വി പി സിംഗും അതിനുശേഷം ചന്ദ്രശേഖറും അതിനുശേഷം നരസിംഹറാവു ഒക്കെ എത്തുന്നു നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അടുത്ത ഘട്ടം നരസിംഹറാവു പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയുമായ 1991-കളാണ്. അവിടെയാണ് നമ്മൾ ഇന്ന് പറയുന്ന ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം വരുന്നത്. അത് മറ്റൊരു വഴിയാണ് തുറന്നത്. ആ വഴിയെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതാവാം ലോകത്തുള്ള പുതിയ മൂലധനങ്ങളൊക്കെ ഇവിടെ വരിക, പുതിയ ടെക്നോളജിയൊക്കെ ഇവിടെ വരിക, അങ്ങനെ രാജ്യം വികസിക്കുക, രാജ്യത്തിന് ഗുണമുണ്ടാവുക. നമ്മളെപ്പോഴും പറയുന്ന ഉദാഹരണം മൊബൈൽ ഫോണിൻ്റെയൊക്കെയാണ്. മൊബൈൽ ഫോണൊക്കെ നമുക്ക് ധാരാളമായി കിട്ടി. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു സമൂഹം വികസിക്കുമോ? എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ഇന്നും എല്ലാ പട്ടിണി ഉള്ള ആളുകൾ ധാരാളമില്ലേ? ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളില്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അതവിടെ നിൽക്കട്ടെ. ഏതായാലും അതിന് ശേഷമുള്ള രാജ്യം വേറൊരു രാജ്യമാണ്. വിദേശ കമ്പനികൾക്ക് ധാരാളമായി വരുന്നു. ഇപ്പോൾ കൊക്കോക്കോളയും പെപ്സിക്കോളയും മുതൽ മറ്റേ വലിയ ഭീമൻ കമ്പനികൾ ഇവിടെ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വികസനമുണ്ടാകുന്നു. വികസനം എന്ന് പറയുമ്പോഴും ആ വികസനത്തിന് വലിയ തോതിൽ ഒരു വൺ സൈഡഡ് ഉണ്ട്. ആ വൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൻമോഹൻ സിംഗിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യമുഖമില്ലാത്ത ഒരു വികസനമാണ് വന്നത്. സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ അടക്കമുള്ള വലിയ വികസനങ്ങൾ വന്നു. അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ വലിയ തോതിൽ ജനങ്ങൾ ജീവിതത്തിൽ നിന്ന് തൂത്തെറിയപ്പെടുകയും ചെയ്തു. മാർജിനലൈസ്ഡ് എന്ന് പറയുന്ന. പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലുണ്ടായ ഒരു വ്യത്യാസം, ഒരു ഘട്ടത്തിൽ ആഗോളവൽക്കരണം, ഉദാരവൽക്കരണത്തിനെയൊക്കെ എതിർക്കും എന്ന് പറഞ്ഞ് താത്വികമായി നിലപാടെടുത്തവരും എല്ലാവരും നയപരമായി ഉദാരവൽക്കരണത്തിൻ്റെ വക്താക്കളായി എന്നതാണ് സത്യം. അങ്ങനെയാണ് വാജ്പേയിയുടെ ഗവൺമെൻറ് വരുന്നു. അതിനുശേഷം മൻമോഹൻ സിംഗ് തന്നെ പ്രധാനമന്ത്രിയായി വരുന്നു. അപ്പോഴും ആ നയങ്ങളിൽ കാര്യമായ വ്യത്യാസമൊന്നും വരുത്താൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. പക്ഷേ മറുവശത്ത് ഈ ജനങ്ങൾ വലിയ തോതിൽ പ്രാന്തവൽക്കരിക്കപ്പെടുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് 3-4 പ്രധാന പദ്ധതികൾ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ ദേശീയ ആദിവാസികളുടെ വനാവകാശ നിയമം, വിവരാവകാശ നിയമം, ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ വേറെ മുഖങ്ങളാണ്. വിവരാവകാശ നിയമം വരുന്നു. അതൊക്കെ വരുമ്പോൾ കാര്യങ്ങളിൽ, അതുപോലെ കോടതികൾ ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ നമ്മുടെ ഈ PIL പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താൽപ്പര്യ ഹർജികൾക്ക് വില കൊടുത്തിരുന്നുവെങ്കിൽ പതുക്കെ പതുക്കെ കോടതികൾ മാറുന്നു. കോടതികൾ ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മൾ പറയുമ്പോഴും ഇൻഡിപെൻഡൻ്റ് അല്ലാതാവുന്നു, മൂലധനത്തിൻ്റെ വക്താക്കളാവുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാവുന്നു. അത് വലിയ അഴിമതിയിലേക്ക് നയിക്കുന്നു. രാജ്യത്ത് വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഈ സ്വകാര്യവൽക്കരണം വലിയ തോതിൽ അഴിമതിയിലേക്ക് വരുന്നു. നമ്മൾ 2G സ്പെക്ട്രമും എൻറോണും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഫലമായാണ് 2014 ഇന്ത്യയിൽ അധികാര കൈമാറ്റമുണ്ടാകുന്നു. മോഡി അന്ന് അധികാരത്തിൽ വരുന്നു. BJP സർക്കാർ, NDA സർക്കാർ വരുന്നു. അതൊരു വേറെ തരം മാറ്റമാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, BJP സർക്കാർ വന്നതുകൊണ്ട് ഇന്ത്യയിൽ എന്തെങ്കിലും കുതിച്ചുചാട്ടം ഉണ്ടായി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. സ്വാഭാവികം. ഇന്ത്യൻ റെയിൽവേ തന്നെ എടുത്താൽ, ഇന്ത്യൻ റെയിൽവേയുടെ വികസനം എന്ന് പറയുന്നത് എത്ര കൊല്ലത്തെ വികസന, സ്വാഭാവികമായി നിരന്തരമായി വളർന്നിട്ടുണ്ട്. അത് വേഗത കൂടി എക്സ്പ്രസ് വന്നു, സൂപ്പർ എക്സ്പ്രസ് വന്നു, അതുപോലെ രാജധാനി പോലെയുള്ള ട്രെയിനുകൾ വന്നു, ജനശതാബ്ദി പോലെയുള്ള ട്രെയിനുകൾ വന്നു. ഇപ്പോൾ അത് ബുള്ളറ്റ് ട്രെയിനൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുപോലെയുള്ള കുറച്ച് ഈ ട്രെയിൻ ഉണ്ടാവുന്നു, കൂടുതൽ സ്റ്റേഷനുകൾ ഉണ്ടാവുന്നു, കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ടുപോകുന്ന റെയിൽവേ സംവിധാനമാണ് ഇന്ത്യയുടെ നട്ടെല്ലാണ് ഇന്ത്യയുടെ റെയിൽവേ. അതിൽ സ്വാഭാവികമായി നിരന്തരം വികസനം ഉണ്ടാവും.
അത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി രാവിലെ വന്നതുകൊണ്ടോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മാറിയത് കൊണ്ടോ ഉണ്ടാകുന്ന വികസനമാണെന്ന് പറയരുത്. അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ 2014 വരെ ഇന്ത്യയിലുണ്ടായ വികസനം കോൺഗ്രസിൻ്റെ വികസനമാണ് എന്ന് പറയാൻ പറ്റുമോ? അത് മാത്രം ഞാൻ പറയില്ല. കാരണം അതത് കാലത്തെ ഭരണകർത്താക്കൾ അത് ചെയ്യും, സ്വാഭാവികമായും ചെയ്യും. ഒരു മാവ് നട്ടാൽ നട്ട് ഒരു 2 വർഷത്തേക്ക് അതിന് വലിയ വളർച്ച ഉണ്ടാവില്ല. പക്ഷെ 3-ാമത്തെ വർഷം മുഴുവൻ ഇത് വളരാൻ തുടങ്ങുന്നത് ഞാൻ വന്നതുകൊണ്ടാണ്, ഞാൻ കാരണവരായി വന്നതുകൊണ്ടാണെന്ന് ആരെങ്കിലും ഏതെങ്കിലും കാരണവരുടെ വീട്ടിൽ പറഞ്ഞാൽ അതുപോലെയുള്ളൂ ഇതൊക്കെ തീർച്ചയായിട്ടും. പക്ഷേ മറുവശത്ത് ഒരു സാമ്പത്തിക വികസനം എന്ന അർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ അതെത്ര വേഗം പോകുന്നുവോ അത്രയും തന്നെ ദരിദ്രവൽക്കരണവും പാപ്പരീകരണവും ഇന്ത്യയിൽ നടക്കുന്നു. ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ലോകത്ത് സാമ്പത്തികത്തിൽ 3-ാം ശക്തി 4-ാം ശക്തി എന്നൊക്കെ പറയുമ്പോഴും ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ, പട്ടിണിയുടെ കാര്യത്തിൽ, പോഷകാഹാരക്കുറവിൻ്റെ കാര്യത്തിൽ ഇന്ന് 119-ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളതെന്ന് ആലോചിക്കണം. 120. പാകിസ്ഥാന് പിന്നിലാണ് ചില കാര്യങ്ങൾ. നമ്മൾ ശ്രീലങ്ക വളരെ മുമ്പിലാണ് ചില കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ സാക്ഷരതയുടെ കാര്യത്തിൽ കുറേ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിലും കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങൾ, കേരളം, നാഗാലാൻഡ് അല്ലെങ്കിൽ ഗോവ പോലെയുള്ള ചില സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ ഇപ്പോഴും വലിയ തോതിൽ വിദ്യാഭ്യാസം, എഴുതാനും വായിക്കാനും അറിയില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കും, പക്ഷേ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൊള്ളുന്നില്ല. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ എന്താ പറയുക, കാളവണ്ടിക്ക് യമഹ എഞ്ചിൻ വെച്ച പോലെയാണ് നമ്മുടെ രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. യമഹ എഞ്ചിൻ കാളവണ്ടിക്ക് വെച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. കാളവണ്ടിയുടെ സ്ട്രക്ചർ കാളവണ്ടിയുടെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാമ്പത്തിക വികസനത്തിലെ അസമത്വങ്ങളും അസന്തുലിതാവസ്ഥകളും ഒക്കെ ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇന്ത്യ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഓർമ്മകളും അല്ലെങ്കിൽ അത് നൽകിയ ഒരു ഊർജവുമാണ്. ഇപ്പോൾ നമ്മൾ നോക്കൂ, ഇന്ത്യക്കൊപ്പം സ്വതന്ത്രമായ ഏത് രാജ്യം ഇപ്പോഴും ജനാധിപത്യമുണ്ട്? മിക്കവാറും രാജ്യങ്ങളൊക്കെ പോയി. ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, എന്തിന് ഏഷ്യയിൽ നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും ശ്രീലങ്ക ആയാലും ഇന്തോനേഷ്യ ആയാലും മലേഷ്യ ആയാലും ഒക്കെ പലവട്ടം ജനാധിപത്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും തിരിച്ച് പലപ്പോഴും ജനാധിപത്യത്തിൽ വരാതിരിക്കുകയും പട്ടാള ഭരണം ഉണ്ടാവുകയും വലിയ തോതിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്ത് പോലും ഒരു സ്വസ്ഥമായൊരു ജനാധിപത്യം ഇപ്പോഴും വരാൻ കഴിഞ്ഞില്ല, ചെറിയ രാജ്യത്ത് പോലും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇന്ത്യയുടെ വികസനം എന്ന് പറയുന്നത് ഇന്ത്യ ഇപ്പോഴും ആ പാതയിലൂടെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജനാധിപത്യവും ഭരണഘടനയും കോടതികളും ഒക്കെ ഒരു പരിധി വരെയെങ്കിലും ചില നിയമങ്ങൾ തെറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയമുണ്ട്. പക്ഷേ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. ഭരണഘടന ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. ഭരണഘടന ഭേദഗതി ചെയ്ത് ഇല്ലാതാക്കുകയല്ല, ഭരണഘടനയേ ഇല്ല. ഭരണഘടന ഇല്ലാതാക്കുക, പ്രത്യേകിച്ചും സുപ്രീം കോടതി തന്നെ കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞിട്ടുണ്ട്, ഭരണഘടനയിൽ ഭേദഗതി ചെയ്യാൻ പാടില്ലാത്ത അടിസ്ഥാന ഘടനകൾ, ബേസിക് സ്ട്രക്ചർ. ആ ബേസിക് സ്ട്രക്ചറിന് മേലാണ് ഇപ്പോൾ ചുറ്റിയ കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബേസിക് സ്ട്രക്ചറാണ് ഡെമോക്രസി, പരമാധികാരം, സെക്യുലറിസം, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങൾ, സെലക്ഷൻ കമ്മീഷൻ, കൃത്യമായ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നമുക്ക് വന്നിട്ടുള്ള ഈ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട സംഗതികൾ, ഇതൊക്കെ ബേസിക് സ്ട്രക്ചറിൽപ്പെട്ടതാണ്. ഫെഡറൽ ഘടന ഈ സ്ട്രക്ചറിനെ തകർക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സാമ്പത്തികമായി നമ്മൾ എങ്ങനെ വളർന്നാലും ഈ സ്ട്രക്ചർ തകർന്നാൽ നാളെ ജനാധിപത്യം അപകടത്തിലാവുകയും വലിയ തോതിലുള്ള മറ്റു തരത്തിലുള്ള അനാർക്കിസം അല്ലെങ്കിൽ അശാന്തി സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ചും ഒരു വർഗീയ കലാപം, ലോകത്തെ ഏത് രാജ്യത്തും ഇത്തരത്തിലും വർഗീയ കലാപങ്ങളും വംശീയ കലാപങ്ങളും നശിപ്പിച്ചിട്ടുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതുണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചു നിർത്തുന്ന ഈ ഭരണഘടന, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രോഡക്റ്റായ ഭരണഘടന, അത് സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞയാണ് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയും അതിൻ്റെ സംവിധാനങ്ങളും നിലനിൽക്കണം. അതില്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. നാളെ പുതിയ കോളനിയായി ഇന്ത്യ മാറാൻ അധിക സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്താൻ ട്രംപ് പറഞ്ഞു. ഇന്ന് 50 പ്രാവശ്യം ട്രംപ് പറയുമ്പോഴും പറഞ്ഞിട്ടില്ല എന്ന് പതുക്കെ പറയാനില്ല, നമുക്ക് ഉറക്കെ പറയാൻ പറ്റുന്നില്ല. കാരണം മൈ ഫ്രണ്ടൊക്കെയാണ്. മൈ ഫ്രണ്ടെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപിനെയും ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും വിളിച്ചിട്ടുണ്ടെങ്കിലും രണ്ടുപേരും പരസ്പരം തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിട്ടുണ്ട്. ട്രംപ് ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് മോഡിയും
മോഡി ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും തീരെ 50% ഇന്ത്യയിലെ ചെറുകിട വ്യവസായം പ്രത്യേകിച്ച് ഇന്ത്യയുടെ കയറ്റുമതിയെ തകർക്കുന്ന സാമ്പത്തിക അവസ്ഥയിലേക്ക് എത്തുക. ലോകത്ത് ഉള്ള ഇന്ത്യയുടെ സ്വീകാര്യത കുറഞ്ഞു വരിക രാജ്യമെന്ന നിലയ്ക്ക്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ കൂടെ അല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളെല്ലാം പാകിസ്ഥാൻ്റെ കൂടെയാണ്. പാകിസ്ഥാനെ തുറന്ന് സപ്പോർട്ട് ചെയ്യുന്ന ചൈനയുടെ അടുത്തേക്ക് നമ്മൾ പോയിക്കണം ഇപ്പോൾ രക്ഷിക്കാൻ. പാകിസ്ഥാനെ എപ്പോഴും പിന്തുണച്ചിരുന്നത് ചൈനയാണ്. ആ ചൈനയുടെ അടുത്ത് പോയിട്ടാണ് ഇപ്പോൾ അമേരിക്ക ഇതിനെ തല്ലുന്നു, ഞങ്ങൾ കൂടെ നിൽക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പരമാധികാര റിപ്പബ്ലിക് ആയി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സമരം കൂടിയാണ്. അതിലാണ് തിരഞ്ഞെടുപ്പ് പോലെയുള്ള സംവിധാനങ്ങൾ അട്ടിമറിക്കുമ്പോൾ നമ്മളതിനെ എതിർക്കുന്നത്, ഭരണഘടന അട്ടിമറിക്കുമ്പോൾ എതിർക്കുന്നത്, പാർലമെൻറ്റ് അട്ടിമറിക്കപ്പെടുമ്പോൾ എതിർക്കുന്നത്. ഇതൊക്കെ തന്നെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ കടമകൾ ഓർമ്മിപ്പിക്കുന്നതാണ്.